إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന കേരളമിൻ്റെ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു വൈകുന്നേര സമയം അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ് നമ്മളെല്ലാം. നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് നാളെയുടെ ലോകത്തേക്ക് വേണ്ടി ഒരുങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പരമാവധി നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം. തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ നൽകി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ എത്രയാണ് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ എണ്ണം, അളവ് നമുക്കറിയില്ല. പലപ്പോഴും മനുഷ്യന്മാർ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതിന് പകരം, തനിക്ക് കിട്ടിയതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതിന് പകരം ഇല്ലായ്മകളെക്കുറിച്ചാണ് മനുഷ്യന്മാർ ചിന്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബ് നൽകിയ അനുഗ്രഹത്തിൻ്റെ അളവ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ഒരു മനുഷ്യൻ വഴിതെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരു യാത്രക്കാരൻ വഴിതെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെ പൊളിഞ്ഞു വീഴാറായ ഒരു കുടിലിൽ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ കണ്ടു. ആ വൃദ്ധനായ മനുഷ്യൻ ഈ യാത്രക്കാരൻ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് 2 കരങ്ങളില്ല, 2 കാലുകളും തളർന്നു പോയിട്ടുണ്ട്. 2 കണ്ണിൻ്റെയും കാഴ്ചശക്തികൾ നഷ്ടപ്പെട്ട വൃദ്ധനായ മനുഷ്യൻ, ആ മനുഷ്യനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ള മനുഷ്യരെക്കാളെല്ലാം, ഒരുപാട് ആളുകളെക്കാൾ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ മറ്റുള്ളവരെക്കാൾ എന്നെ അനുഗ്രഹിച്ച റബ്ബിനാകുന്നു അൽഹംദുലില്ലാ എന്ന മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രക്കാരന് വളരെയധികം അത്ഭുതമായി. കാരണം 2 കരങ്ങളില്ലാത്ത, 2 കാലുകൾ തളർന്നുപോയ, 2 കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ലാത്ത മനുഷ്യൻ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെക്കാളെല്ലാം റബ്ബ് എന്നെ അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞ് റബ്ബിനെ സ്തുതിക്കുന്ന ആ വൃദ്ധനായ മനുഷ്യനോട് ഈ യാത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രൂപത്തിൽ റബ്ബിനെ സ്തുതിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ, ഈ ലോകത്തൊരുപാട് ബുദ്ധിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരം മനോരോഗികളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ ഉൾപ്പെടുത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് റബ്ബിനെ ആ വൃദ്ധനായ മനുഷ്യൻ സ്തുതിക്കുന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണ് ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബ് നൽകിയ അനുഗ്രഹത്തിന്റെ വില നമുക്കറിയാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ചിന്തിക്കുവാനും ആലോചിക്കുവാനും റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമാണ് റബ്ബ് എത്രത്തോളം നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂ. ഇല്ലായ്മയെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, റബ്ബ് നൽകിയതിനെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എങ്കിൽ എന്തിനാണിതെല്ലാം? എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്? ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നൽകി നമ്മളെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്?
പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചത് റബ്ബിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം. വളരെ വ്യക്തമായി പലയിടങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചൊരു കാര്യം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നൊരു സ്ഥലത്തും ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ കൽപ്പന, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا. ഇതൊരു സ്ഥലത്ത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് റബ്ബിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവനാണവൻ. നിങ്ങൾക്ക് വേണ്ടി ആകാശത്തൊരു മേൽക്കൂരയാക്കി തന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അതുപോലെ തന്നെ ഒരു ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു തന്നവൻ, ആകാശത്തുനിന്ന് മഴയിറക്കി ഭൂമിയിലെ പുൽക്കൊടികളെ മുളപ്പിച്ചു തന്നവൻ, അതുമൂലം കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും എല്ലാം അങ്ങനെ തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്നു. എന്തിനു വേണ്ടി? ആ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് പ്രഖ്യാപിക്കാൻ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. റബ്ബുൽ ആലമീനായ ലോകത്തിന്റെ റബ്ബായ ആകാശഭൂമികൾക്കിടയിലുള്ള സംവിധാനങ്ങളെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹ് ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യന്മാർക്കും ജാതിയും മതവും ഒന്നും നോക്കാതെ, വിശ്വാസവും കർമ്മവും നോക്കാതെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയ അല്ലാഹ്, അതാണ് റഹ്മാൻ. റഹീമായ അല്ലാഹ് നാളെ പരലോകത്ത് വരുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് നാളെ റബ്ബിന്റെ മഹ്ശറയിൽ റബ്ബിന്റെ ലോകത്ത് കടന്നു വരുന്ന സാഹചര്യത്തിൽ അവിടെ ഓരോരുത്തന്റെയും വിശ്വാസവും ജാതിയും മതവും കർമ്മവും എല്ലാം നോക്കിക്കൊണ്ട് അനുഗ്രഹമെന്ന വലിയ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യമായ സ്വർഗമെന്ന അനുഗ്രഹം കൊടുക്കുന്ന റബ്ബ് അവനാണ് റഹീം. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ രാജാവ്, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. പ്രതിഫല ദിവസം പാരത്രിക ലോകമാണ്, ദുനിയാവ് അമലുകൾ ചെയ്യാനുള്ള ലോകമാണ്. ഇവിടെ നന്മ തിന്മകൾക്ക് പ്രതിഫലങ്ങളില്ല. നന്മ ചെയ്തവർ തിന്മ ചെയ്തവർ അവർ ഈ ദുനിയാവിൽ ജീവിച്ചു കഴിഞ്ഞ് അവർ നാളെ റബ്ബിന്റെ കോടതിയിൽ കടന്നു വരുന്ന സാഹചര്യത്തിലാണ് അവരുടെ അമലുകൾക്കെല്ലാം പ്രതിഫലങ്ങൾ കൊടുക്കുക. നമുക്കറിയാം, 2 കേന്ദ്രങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവർക്ക് പ്രതിഫലം കൊടുക്കാൻ സ്വർഗവും, അതുപോലെ തന്നെ റബ്ബിനോട് ധിക്കാരം കാണിച്ചുകൊണ്ട് തന്നിഷ്ടങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് പ്രതിഫലം കൊടുക്കാൻ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയും അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ റബ്ബ് നമുക്കറിയാം റഹീമാണ്. ആ സ്വർഗമെന്ന അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നന്മകൾ ചെയ്തവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ആ പാരത്രിക ലോകത്ത് മനുഷ്യൻ കടന്നു വരുന്ന സാഹചര്യത്തിൽ അന്ന് സകലതിന്റെയും അധികാരം റബ്ബിന് മാത്രമായിരിക്കും, അല്ലാഹുവിന് മാത്രമായിരിക്കും. അന്ന് റബ്ബ് അനുവാദം കൊടുക്കുന്നവരല്ലാതൊരു വാക്ക് പോലും സംസാരിക്കുകയില്ല എന്ന് സൂറത്തുൻ നബയിലൂടെ മറ്റുള്ള അധ്യായങ്ങളിലൂടെ എല്ലാം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുമ്പോൾ ഇങ്ങനെയുള്ള അല്ലാഹ്, ആ റബ്ബിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി, പ്രഖ്യാപിക്കുവാൻ വേണ്ടി റബ്ബ് നമ്മളോട് ആവശ്യപ്പെട്ടു. റബ്ബുൽ ആലമീനായ റഹ്മാനായ റഹീമായ മാലിക് യൗമിദ്ദീനായ റബ്ബേ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു റബ്ബേ. നിനക്ക് മാത്രമാണ് ഇബാദത്ത്, നിനക്ക് മാത്രമാണ് എല്ലാ സഹായത്തേട്ടങ്ങളും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ് ഈ സഹായത്തേട്ടം? നമുക്കറിയാം, ഇബാദത്തിന്റെ ഇനങ്ങൾ പരിശോധിക്കുമ്പോൾ ഖൽബ് കൊണ്ടുള്ള ഇബാദത്തുണ്ട്, നാവ് കൊണ്ടുള്ള ഇബാദത്തുണ്ട്, അതുപോലെ തന്നെ ബദനിയ ഖൽബ് കൊണ്ടുള്ള ഇബാദത്ത് എന്താ? തവക്കുൽ, നിയ്യത്ത്. ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്ന ഇബാദത്തുകളാണ്. ഇബാദത്തുൽ ലിസാനിയുണ്ട്, നാവ് കൊണ്ടുള്ള ഇബാദത്തുകളുണ്ട്. അഥവാ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ,
ദുആകൾ, പ്രാർത്ഥന. റബ്ബേ നീ എന്നെ കാക്കണേ അല്ലാ, എൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരണേ അല്ലാ, എനിക്ക് മക്കളെ തരണേ അല്ലാ എന്ന് നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നാവ് കൊണ്ടുള്ള ഇബാദത്തുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം മുഴുവൻ കൊണ്ടുള്ള ഇബാദത്തുകളുണ്ട്. നമസ്കാരം പോലെ, നോമ്പ് പോലെയുള്ള ഇബാദത്തും ബദനിയ, മനുഷ്യ ശരീരം കൊണ്ടുള്ള ഇബാദത്തുകൾ. ഇങ്ങനെയുള്ള ഏതൊക്കെ ഇബാദത്തുകളുണ്ടോ, ഹൃദയം കൊണ്ടുള്ളതാണ് എങ്കിലും, നാവ് കൊണ്ടുള്ളതാണ് എങ്കിലും, മനുഷ്യ ശരീരം മുഴുവൻ കൊണ്ടുള്ളതാണ് എങ്കിലും, എല്ലാം റബ്ബിന് വേണ്ടി മാത്രമാണ്, അല്ലാഹു അല്ലാത്തവരിലേക്ക് അർപ്പിക്കാൻ പാടില്ല. അതാണ് യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നത്. ഈ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞല്ലോ ദുആ അതൊരു ഇബാദത്താണ്. ഇബാദത്തുകളിൽപ്പെട്ട ഒരു ഇബാദത്താണ് ദുആ. ഇബാദത്തുൽ ലിസാനിയ, മനുഷ്യ ശരീരത്തിലെ നാവ് കൊണ്ട് സംഭവിക്കുന്ന ഒരു സഹായം ചോദിക്കലാണ് ദുആ. നമുക്കറിയാം. അപ്പൊ സഹായം ചോദിക്കൽ നിന്നോട് മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ സഹായത്തേട്ടവും ഇതിൽ പെടുമോ? ഇല്ല. ദുആയാകുന്ന സഹായത്തേട്ടം എപ്പോഴാണ് ഒരു സഹായത്തേട്ടത്തിൽ ദുആ കടന്നു വരിക? എനിക്കറിയാം, നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് പഠിച്ച് മനസ്സിലാക്കിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരുപാട് വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു സഹായത്തേട്ടത്തിൽ എപ്പോഴാണ് ദുആ വരിക? അദൃശ്യമായ മാർഗത്തിൽ ഒരു തേട്ടം നടത്തിക്കഴിഞ്ഞാൽ അവിടെ ദുആ സംഭവിക്കുകയാണ്. ഞാൻ ഉദാഹരണ സഹിതം വിശദീകരിച്ചു തരാം. അപ്പൊ ദുആയാകുന്ന സഹായത്തേട്ടം അത് റബ്ബിനോട് മാത്രമേ പറ്റൂ. കാരണം ദുആ ഒരു ഇബാദത്താണ്. ദുആയല്ലാത്ത സഹായത്തേട്ടമോ, ദുആ വരാത്ത സഹായത്തേട്ടമോ, അത് പരസ്പരം മനുഷ്യന്മാർ തമ്മിൽ സഹായം ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് അനുവദനീയമാണ്. ഏതുപോലെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നന്മയുടെ വിഷയത്തിലും പുണ്യത്തിന്റെ വിഷയത്തിലും നിങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കണം. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് ഖുർആൻ പഠിപ്പിച്ചു. മാത്രമല്ല 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തുൽ മാഊൻ, പരോപകാര വസ്തുക്കൾ. ആ സൂറത്തുൽ മാഊനിന്റെ ആദ്യ ഭാഗത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ എന്ന് ചോദിച്ചിട്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ട് ആ മതത്തെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അവർ യതീം മക്കളെ അനാദരിക്കുന്നവരും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാത്തവരും നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൽ മറ്റുള്ളവരെ കാണിപ്പിക്കുവാൻ വേണ്ടിയും അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നവരും, അതുപോലെ തന്നെ വയംനഊനൽ മാഊൻ, പരസ്പര പരോപകാര വസ്തുക്കളെ തടഞ്ഞു വെക്കുന്നവനാണ് മതത്തെ കളവാക്കുന്നവനെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, എനിക്കുപകാരമുള്ളൊരു വസ്തു നിങ്ങളുടെ അടുക്കലുണ്ട് എങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ വസ്തു എനിക്ക് ഉപകാരപ്പെട്ടു വരും നിങ്ങളോട് ഞാൻ സഹായം ചോദിക്കുകയാണ്, ആ വസ്തു എനിക്ക് തരുമോ? ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇസ്തിഗാസയാണ്, ഒരു സഹായം ചോദിക്കലാണ്. നിങ്ങളത് തരില്ല എന്ന് പറയാൻ പാടില്ല. പരസ്പരം ഉപകാരമുള്ള വസ്തുക്കളെ തടഞ്ഞു വെക്കാൻ പാടില്ല. അത് മതത്തെ നിഷേധിക്കുന്നവന്റെ അടയാളമായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ഈ രൂപത്തിലുള്ള ഇസ്തിഗാസ, ഈ രൂപത്തിലുള്ള സഹായത്തേട്ടം നമുക്ക് അനുവദനീയമാണ്. അത് ദുആ വരാത്തത് കൊണ്ട് പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഏതുപോലെ ഞാൻ പറഞ്ഞല്ലോ, കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നാട്ടിൽ പട്ടണത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ രണ്ടുപേരവിടെ തല്ലുകൂടുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാളും തന്റെ ശത്രുഗോത്രത്തിൽപ്പെട്ട ഒരാളും രണ്ടുപേരും കൂടെ തല്ലുകൂടുകയാണ്. അങ്ങനെ മൂസാ നബിയെ കണ്ടപ്പോൾ ആ മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ആള് മൂസാ നബിയെ വിളിച്ചു, മൂസാ എന്നെ സഹായിക്കണേ, ഞാനൊരു അപകടത്തില. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓടി വന്നു, തന്റെ ഗോത്രത്തിൽപ്പെട്ട ആളെ സഹായിച്ചു. എങ്ങനെയാ സഹായിച്ചത്? ഖുർആൻ പറയാ, ഫവകസഹു മൂസാ ഫഖദ അലൈ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൈ ചുരുട്ടി പിടിച്ച് ഒരു ഇടി അങ്ങോട്ട് കൊടുത്തു. ഫഖദ അലൈ, അതോടുകൂടി ആ ഖിബ്തിയുടെ കഥ കഴിഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയാ. പിന്നീട് മൂസാ നബിയുടെ തൗബ അടുത്ത ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ മൂസ, ഞാനൊരു അപകടത്തിലാണ്, എന്നെ സഹായിക്കണേ എന്ന് മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ആള് വിളിക്കുമ്പോൾ ആ വിളിയെ ഖുർആൻ ഉപയോഗിച്ചത് ഇസ്തിഗാസ എന്നാണ്, സഹായം ചോദിച്ചു എന്നാണ്. അതുപോലെ തന്നെ ഇസ്തിഗാസ എന്ന് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ ഉപയോഗിച്ച് എവിടെയാ? ബദറിന്റെ ചരിത്രം പഠിച്ച നമുക്കറിയാം. ശത്രുക്കളോളം ആൾബലമില്ലാത്ത മുസ്ലിം സൈന്യം, ആയുധബലമില്ലാത്ത മുസ്ലിങ്ങൾ, ആ സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചല്ലോ, ഈ ചെറുസംഘത്തെ എങ്ങാനും റബ്ബേ നീ നശിപ്പിച്ചു
നശിപ്പിച്ചു കളഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ ഒരു മുസ്ലിം പോലും ഉണ്ടാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. ആ ഇസ്തിഗാസ റബ്ബ് സുബ്ഹാനഹു വ തആല കേട്ടു. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സഹായം ചോദിക്കലിന് ഉത്തരം കൊടുത്തു. എങ്ങനെ? ആയിരക്കണക്കിന് മലക്കുകളെ ആകാശത്തുനിന്ന് റബ്ബിന്റെ പട്ടാളത്തെ ഇറക്കിയിട്ട് മുസ്ലിം സംഘത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഒരു തേട്ടം ദൃശ്യമായ മാർഗത്തിലായപ്പോൾ, അല്ലേ, ആ മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതായപ്പോൾ അവിടെ എന്ത് വന്നിട്ടില്ല? അവിടെ ദുആ വന്നിട്ടില്ല. അതാണ് മൂസാ നബിയോട് ചോദിച്ച ചോദ്യം, ഇസ്തിഗാസ. എന്നാൽ ആ ചോദ്യം, ഇസ്തിഗാസ അദർശമായ മാർഗത്തിലായപ്പോഴോ, റബ്ബിനോടായപ്പോഴോ അവിടെ ഇതാ ദുആ വരികയാണ്. ആ ഇസ്തിഗാസയിൽ ദുആ വരികയാണ്. ദുആ വന്നപ്പോഴോ അത് റബ്ബിനോട് മാത്രമായിരിക്കണമെന്ന നിയമം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദുആ വരുന്ന ഇസ്തിഗാസ റബ്ബല്ലാത്തവരോടായി കഴിഞ്ഞാലോ അവിടെ ശിർക്ക് സംഭവിക്കുകയാണ്. അവിടെ ഏറ്റവും വലിയ പാപമായ ശിർക്ക് അവിടെ സംഭവിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കലാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ആ റബ്ബിനോട് മാത്രമുള്ള സഹായത്തേട്ടം ഏതാണ് എന്നതാണ് ഞാൻ വിശദീകരിച്ചത്. ദുആ വരുന്ന സഹായം ചോദിക്കൽ അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ. ദുആയില്ലാത്ത സഹായത്തേട്ടം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കൽ നമുക്ക് അനുവദനീയമാണ്. ആ പ്രഖ്യാപനം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മനുഷ്യരാശിയെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ആയിരക്കണക്കിന് പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകന്മാരെല്ലാം എന്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല നിയോഗിച്ചു എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് നൽകിയ മറുപടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ്, മഹത്തായ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ്. വലഖദ് ബഅസനാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅസനാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, നാം എല്ലാ സമുദായത്തിലേക്കും ദൂതന്മാരെ, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ അഖിലവും ഓരോ നാട്ടിലേക്കും സമുദായത്തിലേക്കും കടന്നു വന്ന പ്രവാചകന്മാർ തന്റെ സമുദായത്തെ പഠിപ്പിച്ചത് അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, ദുർമൂർത്തികളെ നിങ്ങൾ വെടിയണം. ഇത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഏതെല്ലാം പ്രവാചകന്മാർ ലോകത്ത് കടന്നുപോയിട്ടുണ്ടോ ആ പ്രവാചകന്മാർ അഖിലവും തന്റെ ജനതയെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ ആരാധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം തുറന്നു പറഞ്ഞപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നപ്പോൾ, എന്തിനാണ് ഈ ആളുകൾ എന്നെ പീഡിപ്പിക്കുന്നത്, കല്ലെറിയുന്നത്, ഈ ആദർശം പറഞ്ഞതിന്റെ പേരിലാണോ എന്ന് പ്രവാചകൻ ചിന്തിച്ച് റസൂലുള്ളാഹിക്ക് വിഷമം വന്നപ്പോൾ പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇറക്കിയ ആയത്ത് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇറക്കിയ ആയത്ത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മുഹമ്മദേ, നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ആ പ്രവാചകന്മാർക്കെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹി നൽകിയിട്ടല്ലാതെ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം വന്നതിന്റെ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആകാശ ഭൂമികളെ മുഴുവൻ അതിജയിച്ച ആദർശം നമുക്കറിയാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളടുത്ത് വിളിച്ചിരുത്തിക്കൊണ്ട് ആ മക്കളോട് പറയുന്നു, അല്ലേ, ഇനി ഖാസിർ, ഇനി വാപ്പ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ, വാപ്പാന്റെ കാലൊക്കെ കഴിയാറായിട്ടുണ്ട്, അല്ലേ, വാപ്പ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാപ്പാക്ക് ഈ അവസാന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
അമറുകുമാ ബിസ്നതൈൻ വഅൻഹാകുമാ അനിസ്നതൈൻ. രണ്ട് കാര്യങ്ങൾ വാപ്പാക്ക് മക്കളോട് കൽപ്പിക്കാനുണ്ട്, രണ്ട് കാര്യങ്ങൾ വാപ്പാക്ക് മക്കളോട് വിരോധിക്കാനുണ്ട്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഈ രണ്ട് വിഷയങ്ങളാണ് ഈ വാപ്പാക്ക് നിങ്ങളോട് കൽപ്പിക്കാനുള്ളത്. ഈ ലാ ഇലാഹ ഇല്ലല്ലയും സുബ്ഹാനല്ലാഹി വബിഹംദിയും എപ്പോഴും നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഇതിനനുസരിച്ച് കൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഇതാണ് വാപ്പാക്ക് കൽപ്പിക്കാനുള്ളത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു തുലാസിന്റെ ഒരു തട്ടിലും മറുതട്ടിൽ ആകാശവും ഭൂമിയും വെച്ച് കഴിഞ്ഞാൽ മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കുന്ന തട്ടേതോ അതിനായിരിക്കും കനം തൂങ്ങുക. ആകാശ ഭൂമികൾ മുഴുവൻ അതിജയിച്ച ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നൂഹ് നബി, ഒന്നാമത്തെ പ്രവാചകൻ, തന്റെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ഒരു ദിവസം ചോദിച്ചു, റബ്ബേ, നിന്നെ ഓർക്കാൻ, എപ്പോഴും നിന്നെ ഓർക്കാനുള്ള ഒരു മാർഗം എനിക്ക് പഠിപ്പിച്ചതാ. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, മൂസാ ഖുൽ യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്. അല്ലേ? അപ്പോൾ മൂസാ നബി പറഞ്ഞു, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, ഇത് നിന്റെ എല്ലാ അടിമകളും പറയുന്നുണ്ട്, നിന്റെ എല്ലാ അടിമകളും ചൊല്ലുന്നതാ. ഇതല്ലാത്ത വേറെ വല്ല മാർഗമുണ്ടോ, ഇതല്ലാത്ത വേറെ വല്ല ദിക്റുമുണ്ടോ എന്ന് മൂസാ നബി ചോദിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ചോദിച്ചു, മൂസാ, നിനക്ക് എന്തറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ പഠിപ്പിച്ചതുപോലെ തന്നെ മൂസാ നബിയോട് റബ്ബ് പറഞ്ഞു, ഒരു തുലാസിന്റെ ഒരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലയും മറുതട്ടിൽ ആകാശവും ഭൂമിയും വെച്ച് കഴിഞ്ഞാൽ, ആകാശ ഭൂമികൾക്കിടയിലുള്ള സകലതും വെച്ച് കഴിഞ്ഞാൽ മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കുന്ന തട്ടേതോ അതിനായിരിക്കും കനം തൂങ്ങുക. അതുകൊണ്ട് ഖുൽ യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നെ ഓർക്കാനുള്ള മാർഗം അതാ, എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒട്ടനേകം അനുഗ്രഹങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലോകത്തേക്ക് പ്രവാചകന്മാർ കടന്നു വന്നതിന്റെ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആകാശ ഭൂമികളെ മുഴുവൻ അതിജയിച്ച ആദർശമായിട്ട് ഈ കലിമത്തു തൗഹീദിനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിനെ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇത് കേവലം നാവുകൊണ്ട് മാത്രം മന്ത്രിക്കേണ്ട വചനങ്ങളല്ല. തസ്ദീഖൻ ബിഖൽബിഹി, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്താൻ, ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ, നമ്മുടെ നാവ് കൊണ്ട് 10 തവണ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. നമ്മുടെ നാവ് കൊണ്ട് ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ 10 തവണ ഹൃദയം കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുമ്പോൾ 50 വട്ടം ഹൃദയം കൊണ്ട് പറയാൻ കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, കണിശമാണ്, കൃത്യമാണ്. ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പാടില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശത്തിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാലോ, പ്രവാചകന്റെ മുമ്പിൽ പലപ്പോഴും മക്കയിലെ പ്രമാണിമാരായ ആളുകൾ കടന്നു വന്നിട്ട് നബിയോട് പറയുകയാണ്, മുഹമ്മദേ, നീ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീ ഒന്ന് ആരാധിച്ചാൽ മതി. ഞങ്ങളുടെ ആരാധ്യന്മാരെ നീ ആരാധിക്കുകയൊന്നും വേണ്ട. ഞങ്ങളുടെ ആരാധ്യന്മാരുടെ സമീപത്ത് കൂടെ പോകുമ്പോൾ അവരെ ബഹുമാനിക്കുന്നു എന്നർത്ഥത്തിൽ അവർക്ക് നേരെ നീ ഒന്നും ചെയ്താൽ മതി. നിന്റെ കരങ്ങളെ നീ ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ നീ ആരാധിക്കുന്നതിന് ഞങ്ങളും ആരാധിക്കാൻ തയ്യാറാണ് എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോഴാണ് പ്രവാചകന്റെ മറുപടി, റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനോട് മറുപടി കൊടുക്കാൻ പറഞ്ഞു. സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദു മാ അബദതും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലയോ കാഫിരീങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എൻ്റെ ആരാധ്യം വേറെ, നിങ്ങളുടെ ആരാധ്യം വേറെ. എനിക്കെൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുവാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുമ്പോൾ എന്താ ഇതിൽ നമുക്ക് മനസ്സിലായത്? ആദർശത്തിന്റെ വിഷയത്തിൽ എന്നും നമുക്ക് കൃത്യമായിട്ട് കണിശമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അവിടെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല.
കാലങ്ങൾ മാറും, തലമുറകൾ മാറും, ആളുകൾ മാറും, സുഖങ്ങൾ കൂടും, സൗകര്യങ്ങൾ മാറി മാറി വരും അല്ലേ? കാലങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താനുള്ളതല്ല ആദർശം. ആദർശത്തിൽ ഒരു മാറ്റമില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ച, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അത് ലോകാവസാനം വരെ എന്നും തിളങ്ങി നിൽക്കണം. അതുകൊണ്ട് കൃത്യമായി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അല്ലേ? ചില ആൾക്കാർക്കൊക്കെ തോന്നുന്നുണ്ടാവും, എന്തിനാ ഇത്ര ഗൗരവത്തിൽ ഈ ആദർശമൊക്കെ നിങ്ങൾ പറയണത്, എപ്പോഴും ഇതെന്തിനാ പറയുന്നത്, ഇത് കുറെ കാലക്കായല്ലോ പറയാൻ തുടങ്ങിയിട്ട്, ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൂടെ, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന, ചിന്തിക്കുന്ന പല ആളുകളുണ്ടാവും. ഇല്ല, ഇത് മാറ്റിവെക്കാനുള്ളതല്ല. കാരണം എന്താ? ഒരു കുട്ടി പോലും ഈ ആദർശം കിട്ടാതെ മരിക്കാൻ പാടില്ല. ഒരു കുട്ടി പോലും ഈ തൗഹീദ് കിട്ടാതെ ഈ ലോകത്തോട് വിട പറയാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖിനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണത്തോട് മല്ലിടുന്നവന്റെ സമീപത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് കേട്ട് അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാലോ, പ്രവാചകൻ പറഞ്ഞു, മൻ ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരുത്തൻ ഈ ലോകത്തോട് യാത്ര പറയുന്ന സാഹചര്യത്തിൽ അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ തീർച്ചയായും ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തോട് യാത്ര പറയാനുള്ളവരാണ്, മരിക്കാനുള്ളവരാണ്. മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമ്മളെല്ലാം റബ്ബിന്റെ മഹ്ശറയിൽ കടന്നു വരാനുള്ളവരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2 കേന്ദ്രങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് സ്വർഗവും മറ്റൊന്ന് നരകവുമാണ് എങ്കിൽ ഹുമാ മഹല്ലാനി മാലിന്നാസി ഗൈറുഹുമാ ഫൻദുർ ലിനഫ്സിക് മാദാ അൻത മുഖ്താറു. ഈ 2 ഭവനങ്ങൾ മാത്രമാണ് നിനക്കുള്ളത്. ഒന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ നിനക്ക് നരകത്തിലേക്ക് പോകാം. ഈ സ്വർഗ നരകത്തിൽ നിനക്ക് ഏത് ഭവനമാണ്, കേന്ദ്രമാണ് നിനക്ക് വേണ്ടത് എന്ന് തെരഞ്ഞെടുക്കാനുള്ള, സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ ഭൂമിയിൽ നിനക്കുണ്ട്. ഈ 2 ഭവനങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആ ലക്ഷ്യം മറന്നുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, മാറ്റിവെച്ചുകൊണ്ട് ജീവിച്ചാലോ, അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. തീർച്ചയായും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ നാം നിറയ്ക്കുക തന്നെ ചെയ്യും. ആരെ കൊണ്ട്? ധാരാളം ഭൂരിഭാഗം മനുഷ്യന്മാരെ കൊണ്ടും ധാരാളം ജിന്നുകളെ കൊണ്ടും നാം നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യും. എന്താണ് നരകത്തിൽ അവർ വരാനുള്ള കാരണം? അവരെ കൊണ്ട് നരകം നിറയ്ക്കാനുള്ള കാരണം എന്താ? ചിന്തിക്കാനുള്ള ഹൃദയം അല്ലാഹു അവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ കേൾക്കാനുള്ള കാത് അല്ലാഹു അവർക്ക് കൊടുത്തു, കാണാനുള്ള കണ്ണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുകയാണ്. ആ ചിന്ത കൊണ്ട്, കേൾവി കൊണ്ട്, കാഴ്ച ശക്തി കൊണ്ട് അവർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിച്ചില്ല, കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ടില്ല, കാണേണ്ട കാര്യങ്ങൾ അവർ കണ്ടില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അറിവുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. നമ്മുടെ ജീവിതത്തിൽ ഏത് അറിവ് നമ്മൾ നേടിയാലും മറ്റുള്ള അറിവിനേക്കാളെല്ലാം മുമ്പായി നമ്മൾ നേടിയെടുക്കേണ്ട അറിവാണ് നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ചുള്ള അറിവ്. ആരാണ് റബ്ബ് എന്ന് നമ്മൾ പഠിക്കണം. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളെ പഠിപ്പിച്ചു തന്നു. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം സുമ്മ ഇസ്തവാ അലൽ അർശ്. ആകാശ ഭൂമികളെ
ആകാശഭൂമികളെ അവക്കിടയിലുള്ളതിനെ 6 ദിവസങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. ഏതാ ഈ 6 ദിവസം? നമ്മുടെ 6 ദിവസമാണോ? അല്ലാഹു അലം നമുക്കറിയില്ല. കാരണം എന്താ? നമ്മൾ ഓരോ ദിവസങ്ങളെയും കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുക, സൂര്യൻ അസ്തമിക്കുക, ചന്ദ്രൻ വരിക, അങ്ങനെ സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാരം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ദിവസങ്ങളെ കണക്കാക്കുന്നത്. പക്ഷെ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൂര്യനില്ല, ചന്ദ്രനില്ല. അപ്പൊ റബ്ബിന്റെ അടുക്കൽ 6 ദിവസം എന്താ? അല്ലാഹു അലം നമുക്കറിയില്ല. അപ്പോൾ ഖുർആൻ പറഞ്ഞു നമ്മൾ വിശ്വസിക്കുക. 6 ദിവസങ്ങളെ കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും ആകാശഭൂമികൾക്കിടയിലുള്ള സകലതിനെയും റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അതിലൂടെ ഒരു പാഠം നമുക്ക് ലഭിക്കുകയാണ്. ആ റബ്ബ് എവിടെയാണ് ഉള്ളത്, ഐനല്ലാ എന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായും നേടിയെടുക്കേണ്ട അറിവ, ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൽമാണത്. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് ഇതാ പ്രവാചകനോട് പറയുകയാണ്, റസൂലേ, എനിക്കൊരു അടിമ പെണ്ണുണ്ട്, ആ പെണ്ണ് മുസ്ലിമത്തായിട്ടുണ്ട്, ആ പെണ്ണിനെ ഞാൻ മോചിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് പരിശോധിക്കട്ടെ, ആ പെണ്ണിനെ കൊണ്ടുവാ. ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, അല്ല പെണ്ണെ, ഐനല്ലാഹ്, അല്ലാഹു എവിടെയാണുള്ളത്? ആ പെണ്ണ് മറുപടി നൽകി, അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ആകാശത്തിന്റെ മുകളിലാ, റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ ഉപരിയിലാണ് എന്ന് ആ പെണ്ണ് മറുപടി നൽകിയപ്പോൾ രണ്ടാമത്തെ ചോദ്യം, മൻ അനാ, ഞാൻ ആരാണ് പെണ്ണ് എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് മറുപടി നൽകി, അൻത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാ, അല്ലാഹുവിന്റെ പ്രവാചകനാ. പ്രവാചകൻ പറഞ്ഞു, ഈ പെണ്ണ് മുസ്ലിമത്തെ നീ മോചിപ്പിച്ചോ, അല്ലേ? അപ്പൊ ഒരാള് മുസ്ലിമാണോ എന്ന് പരിശോധിക്കാൻ ഒന്നാമതായി പരിശോധിച്ച വിഷയം ഐനല്ലാ, അല്ലാഹു എവിടെയാ? അല്ലാഹു ഫിസ്സമാ. ഈ റബ്ബിനെ കുറിച്ച് പഠിക്കണം. മാത്രമല്ല സൂറത്ത് മുൽക്ക്, ആ മുൽക്കിന്റെ ആദ്യ ഭാഗങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനും റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിനുള്ള കാരണമെന്ന് വിശദീകരിക്കുന്നു. റബ്ബിന് കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്തുകൊണ്ട്? അതാണ് ഖുർആൻ പഠിപ്പിച്ചത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. നിങ്ങളെ ജീവിപ്പിക്കുന്നവനാണ് അല്ലാഹ്, നിങ്ങളെ മരിപ്പിക്കുന്നവനാണ് അല്ലാഹ്. ആകാശത്തിലേക്ക് നീ നോക്കിടോ, 7 ആകാശങ്ങളെ അടുക്കടുക്കുകളായി തിബാഖ, അടുക്കടുക്കുകളായി സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. ഈ ആകാശങ്ങളിലേക്ക് നീ ഒന്ന് നോക്ക്. ഹൽ തറാ മിൻ ഫുതൂർ, റബ്ബിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ന്യൂനത നീ കാണുന്നുണ്ടോ? റബ്ബ് ചോദിക്ക, നീ ചിന്തിക്ക്, ആലോചിക്ക്, നീ നോക്ക് ആകാശത്തിലേക്ക്. ഈ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ വല്ല പോരായ്മ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഒരു വട്ടം നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് നീ നോക്കിക്കോ. സുമ്മർജിഇൽ ബസറ കറതൈൻ യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ, പരാജിതനായിക്കൊണ്ട് നിന്റെ കണ്ണ് നിന്നിലേക്ക് തിരിച്ചു വരും. ഇല്ല, റബ്ബിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ന്യൂനതയും നിനക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഭൂമിയുടെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, ആ കോടാനകോടി നക്ഷത്രങ്ങളെ ഭൂമിയിൽ നിന്ന് വിദൂരമാക്കി കൊണ്ടുപോയി ഒന്നാം ആകാശത്ത് കൊണ്ടുപോയി സ്ഥാപിച്ച അല്ലാഹ് ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലഖദ് സയ്യന്ന സമാഅ ദുനിയാ, ഒന്നാം ആകാശത്തിന് അലങ്കാരമുണ്ടാക്കിയ അല്ലാഹ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ റബ്ബിന്റെ സൃഷ്ടിപ്പിലൂടെ, ആയത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, കണ്ണോടിക്കുമ്പോൾ അപ്പോഴാണ് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതേ അധ്യായത്തിൽ റബ്ബ് ചോദിച്ചു,
അവലം യറൗ ഇലത്വയ്ർ ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. നീ നോക്കടോ പറവകളിലേക്ക്. ഏത് പറവകൾ, ഏത് പക്ഷി? നിന്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുണ്ടല്ലോ, പക്ഷികളുണ്ടല്ലോ, ആ പക്ഷികളിലേക്ക് നീ ഒന്ന് നോക്ക്. ആ പക്ഷികൾ വായുവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവർ വീണു പോകാതെ ആ പറവകളെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവൻ ആരാ? റബ്ബ് ചോദിക്കുക, ആ പറവകളെ നിയന്ത്രിക്കുന്നവൻ ആരാ? ഇല്ലർ റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബിനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഒരാൾക്ക് ലോകത്ത് സാധിക്കുകയില്ല. എനിക്ക് കഴിയോ? ഇല്ല. നിങ്ങൾക്ക് കഴിയോ? ഇല്ല. ലോകത്ത് ആർക്കെങ്കിലും കഴിയോ? ഇല്ല. അത് പരമകാരുണ്യകനായ റബ്ബിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ റബ്ബ് ചോദിക്കുക, നമ്മുടെ ചിന്തയെ കൊണ്ടുപോയിട്ട് റബ്ബ് ചോദിക്കുക, അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ. ഇങ്ങനൊക്കെ കഴിവുള്ള റബ്ബിന് പുറമെ ആ റബ്ബ് നിന്നെ സഹായിച്ചിട്ടില്ല എങ്കിൽ ഏത് പട്ടാളമാണ് നിന്നെ സഹായിക്കാനുള്ളത്? എന്നിട്ട് റബ്ബ് പറയാ, തീർച്ചയായും കാഫിറുകളായ ആളുകൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവര് വിചാരിച്ചു നമ്മൾ വിളിച്ചാ അവര് വിളി കേൾക്കും, അല്ലേ? നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ മമ്പരത്തെ തങ്ങളെ എൻ്റെ രോഗത്തെ മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ, എനിക്ക് സന്താനങ്ങളെ തരണേ എന്ന് പറഞ്ഞാൽ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി മുഹമ്മദ് നബി എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വിളി കേൾക്കുമെന്ന വിശ്വാസത്തിലാണ് വിളിക്കുന്നത്. ഖുർആൻ പറയാ, ഇത്തരത്തിൽ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ തീർച്ചയായും വഞ്ചനയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ കാര്യം തിരിച്ചറിയാൻ ആൾക്കാർക്ക് സാധിക്കാതെ പോയത്? അല്ലാഹുവിനെ അവർ മനസ്സിലാക്കിയില്ല. അവർ റബ്ബിനെ മനസ്സിലാക്കണം. അപ്പോഴാണ് ശരിയായ ആദർശത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആദർശത്തിന് എതിരാകുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാകുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു പ്രവർത്തനവും, ഏതെങ്കിലും ഒരു പ്രവർത്തനം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. ഏതുപോലെ? നമസ്കാരമാണ് എങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം, അല്ലേ? 3 സമയങ്ങൾ നമസ്കരിക്കൽ നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. 3 സമയങ്ങളിൽ നമസ്കരിക്കൽ നിഷിദ്ധമാണ്. ഏതൊക്കെ സമയം? സൂര്യൻ ഉദിക്കുന്ന സമയം, അതുപോലെ തന്നെ നമ്മുടെ തലക്ക് മുകളിൽ നേരെ സൂര്യൻ വരുന്ന നട്ടുച്ച സമയം, അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയം. ഈ 3 സമയങ്ങളിൽ നമസ്കരിക്കാൻ പാടില്ല. നമസ്കാരം നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ഈ സമയത്ത് സൂര്യനെ ആരാധിക്കുന്നവർ പുഴക്കരയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് സൂര്യന്റെ നേരെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സൂര്യനെ ആരാധിക്കുന്ന സമയമാ. ഈ സമയത്തെങ്ങാനും നീ സുജൂദ് ചെയ്താൽ, റുക്കൂ ചെയ്താൽ, നീയും ആരാധിക്കുന്നത് സൂര്യനെയാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഈ 3 സമയങ്ങളിൽ നീ നമസ്കരിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാകുന്നത് ഒരു നമസ്കാരമാണ് എങ്കിൽ പോലും ആ നമസ്കാരം മാറ്റിവെക്കണം. ആ നമസ്കാരം നിർവഹിക്കാൻ പാടില്ല. പ്രവാചകന്റെ അടുക്കലേക്ക് ഇതാ ഒരാൾ കടന്നു വന്നിട്ട് നബിയോട് പറയുകയാണ്, നബിയേ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നേർച്ച ചെയ്തിട്ടുണ്ട്. ബുവാന എന്നൊരു പ്രദേശത്ത് പോയിട്ട് ഒരു ഒട്ടക തറക്കാൻ ഒരു നേർച്ച ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിറവേറ്റട്ടെയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു സംശയം, എന്തപ്പോലും ഒരു ബുവാന എന്ന പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള കാരണം? നാട്ടിൽ എത്ര സ്ഥലങ്ങളുണ്ട്, അതൊന്നും ഒക്കെ മാറ്റി വെച്ചിട്ട് ബുവാന എന്ന ഒരു പ്രദേശം മാത്രം ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. എന്താ ഒന്നാമത്തെ ചോദ്യം, ആ ബുവാന എന്ന പ്രദേശത്ത് ജാഹിലിയത്തിലെ ആളുകൾ ആരാധിക്കുന്ന വല്ല വിഗ്രഹങ്ങളുമുണ്ടോ? കാരണം എന്താ? വിഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? നേർച്ച ചെയ്യാൻ പാടില്ല, നേർച്ച നിറവേറ്റാൻ പാടില്ല, അല്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്യും? തെറ്റിദ്ധാരണകൾ വരും, ശിർക്ക് വരും, പല അപകടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, ജാഹിലിയത്തിലെ ആളുകൾ ആരാധിക്കുന്ന വല്ല വിഗ്രഹങ്ങളും അവിടെയുണ്ടോ?
ഇല്ല നബിയേ എന്ന് ആ മനുഷ്യൻ മറുപടി നൽകിയപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ജാഹിലിയത്തിലെ ആളുകൾ ആഘോഷിക്കുന്ന വല്ല ആഘോഷം അവിടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഇല്ല നബിയേ, ഒരു വിഗ്രഹവും അവിടെ ഇല്ല, ഒരു ആഘോഷവും അവിടെ ഇല്ല എന്ന് മറുപടി കിട്ടിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഔഫി ബിനദിരിക്, എങ്കിൽ നിന്റെ നേർച്ച നീ നിറവേറ്റിക്കോ. എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ചോദ്യങ്ങൾ? ഇത് ശിർക്ക് വരുന്ന വഴിയാ. ശിർക്ക് വരുന്ന വഴികളെ പ്രവാചകൻ അടക്കുകയാണ്. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത്ര കണിശമാണ് നമ്മുടെ ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാകുന്ന ഏതൊരു പ്രവർത്തനത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോയി മരിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമാണ് സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്കൊരു മടുപ്പുണ്ടാവരുത് അല്ലേ? ചില ആൾക്കാർ ചോദിക്കും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തിനാ ഇതെന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, എൻ്റെ ആവശ്യം എന്താ? അതൊക്കെ പിന്നെ പറഞ്ഞാൽ ഇത് കാലൊക്കെ മാറി, ഇനിയിപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അല്ല, ഇത് അവസാനം വരെ പറയണം. ഇത് അവസാനം വരെ ഉറക്കെ പറയാനുള്ളതാ. കാരണം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ആദർശമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കേണ്ട കുറെ കാര്യങ്ങളും തള്ളി മാറ്റേണ്ട കുറെ വിഷയങ്ങളുണ്ട്. ഏതൊക്കെയാ സ്ഥാപിക്കേണ്ട വിഷയങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുമ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് വിഷയങ്ങളിൽ പെട്ടതാണ് ഒന്ന് ഇഖ്ലാസ്, അല്ലേ? റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കൽപ്പിക്കപ്പെട്ടിട്ടില്ല നാം അവരോട്, ആരോട്? യഹൂദികളായ ആളുകളോട് നാം കൽപ്പിച്ചിട്ടില്ല റബ്ബിന് നിങ്ങൾ ഇഖ്ലാസ് ഉള്ളവരായി ഇബാദത്ത് ചെയ്യണേ എന്നതല്ലാതെ. അപ്പൊ റബ്ബിന് ഇബാദത്ത് ചെയ്യുമ്പോൾ, റബ്ബിന് നമ്മൾ ആരാധിക്കുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇബാദാത്തും ഖൽബിയ, ഇബാദാത്തുൽ ലിസാനിയ, ഇബാദാത്തും ബദനിയ. ഏത് ഇബാദത്താണ് എങ്കിലും അത് ഇഖ്ലാസോടുകൂടി നമുക്ക് സമർപ്പിക്കാൻ, റബ്ബിന് നൽകാൻ നമുക്ക് സാധിക്കണം. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലേ? അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ റജാ ഉണ്ടാകണം, ഖൗഫ് ഉണ്ടാകണം, പ്രതീക്ഷയുണ്ടാകണം. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, അതുപോലെ തന്നെ നരകത്തെക്കുറിച്ചുള്ള പേടി. ഇത് രണ്ടും ജീവിതത്തിൽ വരുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക, നന്മകൾ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുക. നമുക്കറിയാം, പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആരാധനകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗ്ബൻ വറഹ്ബാ. അവർ നന്മയുടെ വിഷയത്തിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു. നബിമാർ നന്മയുടെ വിഷയത്തിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു. അവർ റബ്ബിനെ ഇബാദത്ത് ചെയ്യും, റബ്ബിനെ അവർ ദുആ ചെയ്യും, റബ്ബിനെ ആരാധിക്കും. എങ്ങനെയെല്ലാം? റഗ്ബൻ വറഹ്ബാ, ഭയത്തോടുകൂടിയും അതുപോലെ തന്നെ പ്രതീക്ഷയോടുകൂടിയും. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നരകത്തെക്കുറിച്ചുള്ള ഭയം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോഴേ റജാവും ഖൗഫും ഉണ്ടാവുള്ളൂ. അതുണ്ടായിക്കഴിഞ്ഞാലോ നമ്മൾ നന്മകളെല്ലാം ഉഷാറായിട്ട് ചെയ്യും. രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ തഹജ്ജുദ് നമസ്കാരം, ഖിയാമുൽ ലൈൽ, ആ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നവരെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലേ? രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ തന്റെ പാർശ്വഭാഗങ്ങൾ വിരിപ്പിൽ നിന്ന് പൊക്കുന്നവർ, അല്ലെ, ഉയർത്തുന്നവർ, അവർ എഴുന്നേറ്റുകൊണ്ട് റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, ഖിയാമുൽ ലൈൽ നിർവഹിക്കുക. എന്തേ കാരണം? അവർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു, നരകത്തെക്കുറിച്ചുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കതിന് സാധിച്ചത്. ഇങ്ങനെയാണ് ഓരോ വിഷയങ്ങളും. അപ്പൊ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം, റജാ ഉണ്ടാകണം, ഖൗഫ് ഉണ്ടാകണം, തഅലീം ഉണ്ടാകണം, റബ്ബിനോടൊരു ആദരവ് ഉണ്ടാകണം. എന്താണ് റബ്ബിനോടുള്ള തഅലീം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രമൊഴിക്കാനിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കിയില്ല. അങ്ങനെ പ്രവാചകൻ മലമൂത്ര വിസർജനമെല്ലാം കഴിഞ്ഞിട്ട് ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് മനുഷ്യനോട് പറഞ്ഞു, നീ സലാം പറഞ്ഞിട്ട് ഞാൻ സലാം മടക്കിയില്ല. കാരണം ഇന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ അസ്സ വജല്ല ഇല്ലാ അലാ തുഹ്റിൻ. ലേ,
ശുദ്ധിയില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ റബ്ബിനോടുള്ള താഅദീം. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇതിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം, ആദർശം ഉണ്ടാകണം. അവർക്ക് അതിന് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം സ്ഥാപിക്കേണ്ടതാണ് എങ്കിൽ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട, നിഷേധിക്കേണ്ട ചില വിഷയങ്ങൾ കൂടെയുണ്ട്. ഒന്നാമതായി, സമയം കുറവാണ്, ചുരുക്കി വിശദീകരിക്കുകയാണ്. ഒന്നാമതായി മാറ്റിവെക്കേണ്ട വിഷയം ആലിഹകളാണ്. ആരാധന്മാരാണ്. എന്താ ആലിഹകൾ എന്ന് പറഞ്ഞാൽ? ആലിഹ എന്ന് പറഞ്ഞാൽ എന്താ? ഇലാഹിന്റെ ജമ്മാണെന്ത്? ആലിഹ, ആരാധ്യന്മാർ. ഒരുപാട് ആരാധ്യന്മാർ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഒരുപാട് റബ്ബുണ്ട്, റബ്ബിന് പുറമെ ഒരുപാട് ആലിഹകളുണ്ട്. അല്ലേ? അത് പറ്റൂല. റബ്ബ് മാത്രം. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? നിനക്ക് എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എത്ര ആരാധ്യന്മാരാ. നിന്റെ പ്രയാസഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ നിനക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് നീ പ്രയാസപ്പെട്ടാൽ, അതുപോലെ തന്നെ നിനക്ക് സന്താനങ്ങളില്ലാത്തൊരു അവസ്ഥ വന്നാൽ, ഈ രൂപത്തിലുള്ള പ്രതിസന്ധികളിൽ റബ്ബിന് പുറമെ നീ ആരെയെല്ലാം ആരാധിക്കുന്നുണ്ടോ അവരെല്ലാം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കള്ള ഇലാഹുകളാണ്, ആരാധ്യന്മാരാ. ഈ ഇലാഹുകളെ, ആലിഹകളെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ സൂക്ഷിച്ചു വെച്ചിട്ട് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നത്? അപ്പൊ ആലിഹകൾ ജീവിതത്തിൽ വേണ്ട, ഇലാഹു മാത്രം. അതാരാ? അല്ലാഹ്. ആലിഹകളെ സൂക്ഷിക്കുന്നവരാരാ? ആലിഹകളെ സൂക്ഷിക്കുന്നവർ മുമ്പ് കഴിഞ്ഞു പോയ അഹ്ലു കിതാബിൽപ്പെട്ട യഹൂദ നസ്രാക്കളായ ആളുകൾ. അവർക്ക് ഇലാഹ് മാത്രം പോരാ, അവർക്കൊരുപാട് ആരാധന്മാരെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ വലാ യംലികൂന ലിഅൻഫുസിഹിം ദർറൻ വലാ നഫ്ആ വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. അവർ റബ്ബിന് പുറമെയുള്ള, അള്ളാഹുവിന് പുറമെയുള്ള ആലിഹകളെ സ്വീകരിച്ചവരാണവർ. ഈ റബ്ബിന് പുറമെയുള്ള ആലിഹകൾ ആരാ? അവരെല്ലാം സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്. ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണവർ. ഒന്നിനെയും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്കെന്തെങ്കിലും ഒരു ളുറ് ബാധിച്ചാൽ ആ ളുറിനെ നീക്കം ചെയ്യാനോ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരാനോ റബ്ബിന് പുറമെയുള്ള ആലിഹകൾക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ ലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. മരണത്തെയോ ജീവിതത്തെയോ അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെയോ അവർക്ക് അധീനപ്പെടുത്തുന്നതല്ല. ഇതിനൊന്നും അവർക്ക്, ആ കള്ള ഇലാഹുകൾക്ക്, ആരാധ്യന്മാർക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ആലിഹകളെ തുടച്ചു നീക്കി ഇലാഹിനെ സ്ഥാപിക്കണം. നമ്മൾ സ്ഥാപിക്കേണ്ട ഒരു വിഷയമാണ് അല്ലാഹ്. ആലിഹകളെ നമ്മൾ എന്ത് ചെയ്യുക? തുടച്ചു നീക്കുക. റബ്ബിന് പുറമെ ആരൊക്കെ ഏതൊക്കെ ഇലാഹുകളെ ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടോ അവർക്കൊന്നിനും യാതൊരു ഉപകാരവും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാനോ നമ്മളെ ബാധിച്ചൊരു ഉപദ്രവത്തെ നീക്കം ചെയ്യാനോ സാധ്യമല്ല. അതുകൊണ്ട് ആലിഹകളെ തള്ളി നീക്കുക. അതുപോലെ തന്നെയാണ് അന്താദ്. അല്ലേ? എന്താ അന്താദ് എന്ന് പറഞ്ഞാൽ? നിദ് എന്ന പദത്തിന്റെ ജമ്മാണ് അന്താദ്. എന്താ അന്താദ് എന്ന് പറഞ്ഞാൽ? അല്ലേ, റബ്ബിന് നമ്മൾ സമന്മാരുണ്ടാക്കുക, തുല്യതപ്പെടുത്തുക. അല്ലേ, റബ്ബിനെ പോലെ നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക. അല്ലേ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളൊരു കാര്യം പഠിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ആ റബ്ബിൻ്റെ നിയമങ്ങളെ നമ്മൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരൊരു നിയമം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പഠിപ്പിച്ച ആ നിയമത്തിൻ്റെ പിന്നാലെ നമ്മൾ എന്ത് ചെയ്യുക? പോവുക. അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുക? റബ്ബിനെ സ്നേഹിക്കും പോലെ നമ്മൾ എന്ത് ചെയ്യുക? അവരെയും സ്നേഹിക്കുക. അതാണ് അന്താദ്. അതിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ നമ്മളെ പഠിപ്പിക്കുക, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്താദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അന്താദാ, റബ്ബിന് പുറമെയുള്ള ആളുകളെ അന്താദുകളായി സ്വീകരിക്കുന്ന ആളുകൾ, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവർ അവരെ സ്നേഹിക്കുന്നു. ആരെ സ്നേഹിക്കും പോലെ? കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കും പോലെ എന്ന്
പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ പ്രിയം തന്റെ റബ്ബിനോടായിരിക്കും. റബ്ബിനേക്കാൾ ഒരുത്തനെയും അവർ സ്നേഹിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മാതാപിതാക്കളെങ്ങാനും റബ്ബിനെതിരൊരു വിഷയം പറഞ്ഞാൽ, നമ്മുടെ കൂട്ടുകാരെങ്ങാനും റബ്ബിനെതിരൊരു വിഷയം പറഞ്ഞാൽ, നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കാറുണ്ട്, കൂട്ടുകാരെ സ്വീകരിക്കാറുണ്ട്, മറ്റുള്ളവരെ നമ്മൾ റബ്ബിന് പുറമെയുള്ള അന്താതുകളെ സ്വീകരിക്കാറുണ്ട്. അത് പാടില്ല. റബ്ബിനെ സ്നേഹിക്കുന്നത് പോലെയാണ്, റബ്ബിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരാളെയും സ്നേഹിക്കാൻ പാടില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രിയം അവന്റെ റബ്ബിനോടായിരിക്കുമെന്ന് പറഞ്ഞാൽ, റബ്ബിനപ്പുറം വേറെ ആര് എന്ത് പറഞ്ഞാലും റബ്ബ് പഠിപ്പിച്ചതിനപ്പുറം വിശ്വാസി സഞ്ചരിക്കുകയില്ല. അല്ലേ? അതാണ് നിദ്ദുകളെ സ്വീകരിക്കുക, അന്താതുകളെ സ്വീകരിക്കുക. അന്താതുകളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? നമ്മളെ തുടച്ചു നീക്കുക. അതും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി പഠിച്ച് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയ ആളുകൾക്ക് അത് പറ്റുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം അർബാബ്. അല്ലെ? റബ്ബ് എന്ന പദത്തിന്റെ ജമ്മാണ്, ബഹുവചനമാണെന്ത്? അർബാബ്. ഇതും നമുക്കറിയാം. ലോകത്ത് കഴിഞ്ഞു പോയ യഹൂദികളായ ആളുകൾ അവർ സ്വീകരിച്ചിരുന്നു അർബാബുകളായ ആളുകൾ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പഠിപ്പിച്ചു, ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. റബ്ബിന് പുറമെയുള്ള പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ എന്ത് ചെയ്തു? അർബാബുകളായി, റബ്ബുമാരായി സ്വീകരിച്ചു. അല്ലേ? റബ്ബിൻ്റെ നിയമങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലുണ്ട് ചില ആൾക്കാർ, അല്ലേ, ഷെയ്ഖ് എന്ത് പറഞ്ഞു അത് മാത്രം മതി. ചില തരീഖത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ, അല്ലേ, പല പല മദ്ഹബിൻ്റെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ്. ഓരോ മദ്ഹബിൻ്റെ ആൾക്കാരുടെ പ്രത്യേകത എന്താ? ആ മദ്ഹബിൻ്റെ നേതാവ് പറഞ്ഞതെന്തോ അത് മാത്രം അനുസരിച്ച് കൊണ്ട് ജീവിക്കും. അതിനപ്പുറം റബ്ബ് എന്ത് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, അതൊന്നും ആരും നോക്കൂല, അതൊന്നും ആരും പരിശോധിക്കൂല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? റബ്ബിന് പുറമെ അർബാബുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുകയാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ഈ ആയത്തിനെ പ്രവാചകൻ വിശദീകരിച്ചു. ഏതായത്? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. ആ യഹൂദികളായ നസ്രാക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം റബ്ബിന് പുറമെയുള്ള പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അർബാബുകളായി സ്വീകരിച്ചു എന്ന തൗബയിലെ ആയത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അമാ ഇന്നഹും ലം യകൂനു യഅബുദൂനഹും വലാകിന്നഹും കാനൂ ഇദാ അഹല്ലു ലഹും ഷൈഅൻ ഇസ്തഹല്ലു വഇദാ ഹറമു അലൈഹിം ഷൈഅൻ ഹറമു ഫതിൽക ഇബാദത്തുഹും. ഇവർ അവരെ ആരാധിച്ചിട്ടില്ല. റബ്ബിനെ ആരാധിക്കും പോലെ ഏതു രൂപത്തിൽ എൻ്റെ അസുഖങ്ങളെ മാറ്റിത്തരണേ, അതുപോലെ തന്നെ എൻ്റെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ, ആ രൂപത്തിലുള്ള ഇബാദത്ത് ഇവർ നടത്തിയിട്ടില്ല. അമാ ഇന്നഹും ലം യകൂനു യഅബുദൂനഹും, മറിച്ച് അവർ ചെയ്തതെന്താ? വലാകിന്നഹും കാനൂ ഇദാ അഹല്ലു ലഹും ഷൈഅൻ ഇസ്തഹല്ലു. ഈ ശൈഖെങ്ങാനും ഇമാമെങ്ങാനും ഒരു കാര്യം ഹലാലാക്കി പഠിപ്പിച്ചാൽ ചിലപ്പോൾ അത് അള്ളാഹു ഹറാമാക്കിയ വിഷയമായിരിക്കും. അവിടെ റബ്ബ് ഹലാലാക്കിയോ ഹറാമാക്കിയോ അതൊന്നും പരിശോധിക്കുകയില്ല. ശൈഖ് എന്ത് പറഞ്ഞോ അതന്നെ ശരി, അതന്നെ ഹലാലായി സ്വീകരിക്കുന്നൊരവസ്ഥ. വൈദാ ഹറമു അലൈഹിം ഷൈഅൻ ഹറമു. ശൈഖ് എന്താണോ ഹറാമാക്കി പഠിപ്പിച്ചത് അത് മാത്രമാണ് ഹറാം. അങ്ങനെ ഹലാലുകളെയും ഹറാമുകളെയും സ്വീകരിക്കുന്ന ആളുകൾ ഫതിൽക ഇബാദത്തുഹും, ഇതാണ് അവരോടുള്ള അവർ ചെയ്ത ഇബാദത്ത്, ആരാധന. റബ്ബിനേക്കാൾ പ്രാധാന്യം അവർക്ക് കൊടുത്തു. അത് പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. റബ്ബിനേക്കാൾ പ്രാധാന്യം ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മനസ്സിലായി? എന്ത് പ്രയാസം വന്നാലും നമുക്ക് അവലംബിക്കാൻ കഴിയുന്ന ഇലാഹ് അല്ലാഹ്, നമുക്ക് അവലംബിക്കാൻ കഴിയുന്ന ഏക ഇലാഹ് അല്ലാഹ്. അതുപോലെ തന്നെ റബ്ബിന് പുറമെ ഒരു അന്താതുകൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും റബ്ബിനെതിരാണ് എങ്കിൽ, റബ്ബിന്റെ ദീനെതിരാണ് എങ്കിൽ അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഹലാലുകളും ഹറാമുകളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതുപോലെ മുന്നോട്ട് പോകാൻ കഴിയണം. ഇതൊക്കെ സാധിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നാലാമതായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നു താഗൂത്തികളായ ആളുകൾ. ഒരുപാട് ആളുകളുണ്ട്. മറ്റുള്ളവർ എന്നെ പൂജിക്കണം, ആരാധിക്കണം, അതിൽ
കാണിക്കുന്ന ബാവമാരും ബീവിമാരും ശൈഖന്മാരും തങ്ങന്മാരും എല്ലാം നമ്മുടെ ചുറ്റുപാടുകളിൽ പല നാടുകളിലും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള താകൂത്യങ്ങളെയും നിങ്ങൾ വെടിയണം. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് കഴിഞ്ഞു വന്ന പ്രവാചകൻ, കഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം ലോകത്ത് പഠിപ്പിച്ചത് എന്താ? അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അതുപോലെ തന്നെ ദുർമൂർത്തികളായ ആളുകളെ നിങ്ങൾ വെടിയണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ആദർശത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പഠിക്കണം, അറിയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ട് അത് പഠിക്കാനുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെലവഴിച്ചിട്ടില്ല. അത് ചെലവഴിച്ചവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അവന്റെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാവുകയില്ല. കാരണം അവന്റെ ആഗ്രഹം മുഴുവൻ നാളെയുടെ പരലോകം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നവനായിരിക്കും. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വരികയില്ല. അല്ലാഹുവിൽ സമന്മാരുണ്ടാക്കുന്ന, അല്ലാഹുവിൽ പങ്കുകാരെ ചേർക്കുന്ന ഒരു അവസ്ഥ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ അതിന്റെ ഒരുപാട് അപകടങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നു. ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്ത് അഹ്കാഫിന്റെ ആയത്ത് നമ്മളെ പഠിപ്പിച്ചത് എന്താ? അവർക്ക് ദുനിയാവ് തന്നെ നഷ്ടപ്പെടുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ അല്ലല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് അവർ കഷ്ടപ്പെട്ടു, ഒരുപാട് അധ്വാനിച്ചു, നേർച്ചകളും വഴിപാടുകളും പൂജകളൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും അവർക്ക് ഉപകാരപ്പെടില്ല. കാരണം ഇവരുടെ ലക്ഷ്യം എന്താ? ഇവരുടെ ആഗ്രഹം എന്താ? ഇവർ വിചാരിച്ചത് എന്താ? നമ്മൾ ഇവരെ വിളിച്ചാൽ ഇവർ വിളി കേൾക്കും, ഉത്തരം നൽകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവര് കഷ്ടപ്പെട്ടതൊക്കെ, അധ്വാനിച്ചതൊക്കെ. റബ്ബ് പറയാ, ഇവരൊന്നും കേട്ടിട്ടില്ലടോ, ഇതൊന്നും ഇവർ കേട്ടിട്ടില്ല. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ല്ലേ, ഏറ്റവും വലിയ വഴിപിഴച്ചവരെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുക. നമ്മളിങ്ങനെ വിളിക്കാം, അല്ലെ? നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ വിളി ഇവർ കേൾക്കുമെന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ വിളിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയാ, യൗമൽ ഖിയാമ, അന്ത്യനാൾ വരെ ഉത്തരം നൽകാത്തവരെ വിളിച്ചു തേടിയവനേക്കാൾ വഴിപിഴച്ചവൻ ആരാ? വഹും ഗാഫിലൂൻ, നിങ്ങൾ തേടുന്ന വിഷയത്തിൽ ഇവർ അശ്രദ്ധയില. നിങ്ങളുടെ യാതൊരു പ്രയാസവും അവർ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അത് നീക്കം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ കഷ്ടപ്പാടൊക്കെ എന്തായി? അതൊക്കെ വെറുതെ പോയി. നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗമെന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ സംസാരം ഞാൻ ചുരുക്കാണ്. എൻ്റെ പ്രിയ അധ്യാപകൻ മായൻകുട്ടി സുലമി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിരിക്കുക. കുറച്ച് സമയം ആമുഖമെന്നോണം ഞാൻ സംസാരിച്ചു എന്ന് മാത്രം, അല്ലേ? ആ സ്വർഗമെന്ന മഹത്തായ റബ്ബിൻ്റെ അനുഗ്രഹം നമുക്ക് ശാശ്വതമായി നഷ്ടപ്പെടുമെന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരെങ്കിലും റബ്ബിൽ സമന്മാരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, എപ്പോഴാ സമന്മാരുണ്ടാക്കുന്നൊരു അവസ്ഥ വരിക? പ്രധാനമായും 3 വിഷയങ്ങൾ റബ്ബിന് മാത്രം കൊടുക്കണം. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദ് അസ്മാ വ സിഫാത്ത്. റബ്ബ് അല്ലാഹു മാത്രം, എല്ലാത്തിന്റെയും. ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർള്. ആകാശം ഭൂമി, ആകാശഭൂമികൾക്കിടയിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആരുടേതാ? അല്ലാഹുവിൻ്റെത്. എല്ലാം റബ്ബിൻ്റെതാ, അല്ലേ? റബ്ബല്ലാത്ത വേറെ ആരെങ്കിലും ശക്തികൾക്കും പങ്കുണ്ടെന്ന് പറഞ്ഞാലോ അവിടെ റുബൂബിയത്ത് നമ്മൾ ശിർക്ക് ചെയ്തു, റബ്ബിൽ പങ്കുകാരെ ചേർത്തു. അതുപോലെ തന്നെ ഉലൂഹിയത്ത്, അല്ലേ? ഈ റബ്ബ് ആകാശഭൂമികളെ മുഴുവൻ അതിജയിക്കുന്ന, നിയന്ത്രിക്കുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബ് മാത്രമുള്ളൂ നിന്റെ ഇലാഹ്. നിന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ട് തരുന്നതാരാ? അല്ലാഹു. ആ ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യാൻ കഴിയുന്നവനാരാ? അല്ലാഹു. അല്ലാഹു അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒരു വിഷമവും സംഭവിക്കുന്നില്ല. ഖുർആൻ പഠിപ്പിക്കുക, അല്ലേ? ഖുർആൻ പഠിപ്പിക്കുക. റബ്ബറിയാതെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുന്നില്ല, ഒരു സന്തോഷം വരുന്നില്ല. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം നിന്റെ റബ്ബ് നൽകുന്നതാണ്. എങ്കിൽ പ്രയാസഘട്ടങ്ങളിൽ റബ്ബിനെ ആരാധിച്ച്, റബ്ബിനെ വിളിച്ചുകൊണ്ട് നീ ആരാധിക്കണം. ആ ഘട്ടത്തിൽ നീ റബ്ബല്ലാത്തവരെ വിളിച്ചാലോ അവിടെ ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിക്കുകയാണ്, അല്ലേ? അതുപോലെ തന്നെ അസ്മാ വ സിഫാത്ത്, റബ്ബിൻ്റെതായ, റബ്ബിനെ അറിയുന്ന കാര്യങ്ങൾ, റബ്ബിന്റെ കാഴ്ചകൾ, റബ്ബിന്റെ കേൾവികൾ, അത് ലോകത്തൊരാൾക്കുമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ പറഞ്ഞു കൊടുക്ക്, അല്ലാഹു ഏകന, അല്ലാഹു പരാശ്രയന, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. നമുക്കങ്ങനെ കഴിയില്ല. നമുക്ക് പലരുടെയും ആശ്രയം ആവശ്യമാ. നമുക്ക് നമ്മുടെ റബ്ബിന്റെ ആശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ റബ്ബ് അങ്ങനെയല്ല. ലോകത്തൊരുത്തന്റെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ പ്രസവിച്ചുണ്ടായവനല്ല, അവൻ പ്രസവിക്കുന്നവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ലോകത്തൊരാളും തന്നെ
പോലെ അറിയാൻ കഴിവുണ്ട് എന്ന വിശ്വാസത്തോടെയും അല്ലാതെയുമെല്ലാം ഒരാൾ മരിച്ചുപോയ ഒരാളെ വിളിക്കുക. എന്താ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം? ഇവരും കേൾക്കും. ആര് കേൾക്കും പോലെ? അള്ളാഹു കേൾക്കും പോലെ. ഇവർ അറിയും. ആരറിയും പോലെ? അള്ളാഹു അറിയും പോലെ. അള്ളാഹുവിനുള്ള കഴിവുകളൊക്കെ എന്ത് ചെയ്യാണ്? ഇവർക്കും വെച്ചു കൊടുക്കുക അല്ലെ? ഇവരും കാണും, കേൾക്കും, അറിയും. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ ഇവർക്ക് കഴിയും. എന്നിട്ട് വിളിക്കുകയാണ് അല്ലെ? അവിടെ എന്ത് സംഭവിച്ചു? ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിച്ചു. ഈ മൂന്നിനത്തിലെ പ്രധാനമായി ശിർക്ക് വരിക. റുബൂബിയത്തിലും ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല, ഉലൂഹിയത്തിലും ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല, അസ്മാ വസിഫാത്തിലും ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. പങ്കു ചേർത്താലുള്ള അപകടമാണ് ഞാൻ പറഞ്ഞത്. അവന്റെ മേൽ സ്വർഗം അല്ലാഹു നിഷിദ്ധമാക്കി, അവന് നരകം സങ്കേതമായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ അമലുകളുണ്ടോ അതൊക്കെ നഷ്ടപ്പെടും. അതെല്ലാം ചിതറിയ ധൂളികളെ പോലെ ആയിത്തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ, നബിയെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ എല്ലാ അമലും തകർന്ന് തരിപ്പണമായി താങ്കൾ തീർച്ചയായും മുഹമ്മദേ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കൊടുക്കുമ്പോൾ പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബേ അറിഞ്ഞും അറിയാതെയും എൻ്റെ ജീവിതത്തിൽ നിനക്ക് ശിർക്ക് ചെയ്യുന്നതിനെ തൊട്ട് നീ എന്നെ കാക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. കാരണം കൂരിരുട്ടുള്ള രാത്രിയിലെ കറുത്ത പാറയിലൂടെ ഒരു കട്ടുറുമ്പ് സഞ്ചരിച്ചു വരും പോലെ ഗോപ്യമായി നിന്നിലേക്ക് ശിർക്ക് കടന്നു വരും. അതറിയില്ല. ആ ശിർക്കിനെ നീ സൂക്ഷിക്കണം, കരുതണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, തൗഹീദിനെ കുറിച്ച് പഠിക്കുക, തഫ്സീറുകൾ വായിക്കുക, ശിർക്കിനെ കുറിച്ച് മനസ്സിലാക്കുക. ലോകത്തെ ഏറ്റവും വലിയ അപകടം, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം ഈ ശിർക്കാണ്. ആ ശിർക്കിനെ കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും വ്യാപകമായി നമുക്കിടയിൽ ഇനി മുന്നോട്ട് പോകണം അല്ലേ? വ്യാപകമായി ഇനി അത്തരം ചർച്ചകൾ ഉണ്ടാകണം. അങ്ങനെ ആദർശം മനസ്സിലാക്കി ശിർക്കില്ലാത്തൊരു ജീവിതം ലോകത്ത് കാഴ്ചവെച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസനായി ജീവിച്ച് മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ശിർക്കില്ലാത്ത ആദർശം എന്ന വിഷയം, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. വളരെ വിശാലമായ ഒരു വിഷയമാണ്. എത്ര വിശദീകരിച്ചാലും തീരാത്തത്രയും വിശാലമായ വിഷയം, ദിവസങ്ങളോളം വിശദീകരിക്കാൻ കഴിയുന്ന വിഷയം. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. അതുകൊണ്ട് മുസ്ലിങ്ങളാവുക. എങ്ങനെയുള്ള മുസ്ലിങ്ങൾ? യഥാർത്ഥ ആദർശമുള്ള മുസ്ലിങ്ങളാവുക. അഞ്ഞാപിന്ന മുസ്ലിങ്ങളായിട്ട് കാര്യമില്ല, ചീഞ്ഞളിഞ്ഞ ചണ്ടികളെ പോലെ ആയിട്ട് കാര്യമില്ല. മനസ്സിലായോ? ചീഞ്ഞളിഞ്ഞ ചണ്ടികളെ പോലെ ആകുന്ന മുസ്ലിങ്ങളല്ല നമ്മളാകേണ്ടത്. ആദർശമുള്ള തൗഹീദുള്ള, തൗഹീദിന് വേണ്ടി ജീവിക്കുന്ന, ലോകത്ത് അമ്പിയാക്കന്മാർ കടന്നു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് എങ്കിൽ ഈ ആദർശം പ്രഖ്യാപിക്കാൻ ഇനി നമ്മളെ ഉള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി അല്ലേ? ഇത് പറയാൻ നമ്മളെ ഉള്ളൂ. നമ്മളിത് പറഞ്ഞിട്ടില്ല എങ്കിലോ ഇത് പറയാൻ വേറെ ആൾക്കാരില്ല. അതെന്താ നമ്മൾ ചിന്തിക്കാത്തത്? ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അല്ലേ? അത് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ചെയ്താൽ നല്ല പ്രതിഫലമുണ്ട്, യാതൊരു സംശയമില്ല. മറ്റുള്ളവർ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിലും മറ്റുള്ളവർ ചെയ്യുന്ന പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട, അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ചില വിഷയങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ മറ്റുള്ളവർ ചെയ്യൂല. മനസ്സിലായോ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിലോ അത് ലോകത്തുണ്ടാവൂല. അതുകൊണ്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾക്ക് നമ്മൾ മുൻകൈ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വേദി എൻ്റെ പ്രിയ അധ്യാപകന് ഞാൻ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സംഗമം നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും നാളെ റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം وعلى آل إبراهيم إنك حميد مجيد. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.